നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇനി രഘുവേട്ടൻ അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. രഘുവേട്ടൻ ഇപ്പൊ സച്ചി സാറിന്റെ ആളല്ലേ. നാളെ അയാളുടെ മകനെ രക്ഷിക്കാൻ ഗോകുലിനെതിരെയുള്ള പരാതിന്ന് എന്നോട് പിന്മാറാൻ വരെ രഘുവേട്ടൻ പറയും. അതൊക്കെ നിന്റെ വെറും തോന്നല മഞ്ചാടി. ഗൂഗിള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ നിന്നോടാരും പറയില്ല. പക്ഷെ അവൻ നിരപരാധിയാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് ലഭിച്ചാ അത് നീ അംഗീകരിക്കണം. കാശുള്ളവർക്ക് തെളിവുണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്? ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന അഡ്വക്കേറ്റിനെ വെച്ചിട്ടാണെങ്കിലും സച്ചി സാർ കോടതിയിൽ മകന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന എനിക്കറിയാം. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും അവർക്കുണ്ടാവുമല്ലോ. പക്ഷെ എന്റെ അച്ഛൻ എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഗോകുലിന് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഏതറ്റം വരെ ഞാൻ പോവും. ഇനി ഒരു പെൺകുട്ടിയോടും അവൻ ഇങ്ങനെ കാണിക്കരുത്. എങ്ങനെ കാണിക്കരുതെന്നാടി നീ പറയുന്നത്? നിന്നെ കോവളത്തെ ഹോട്ടൽ മുറി വരെ എത്തിച്ചത് ഗോകുലാണോ? ആണോ? നിന്നെ സ്റ്റഡി ടൂറിന് പോയ ടീമിന്റെ കൂടെ എത്തിക്കാമെന്ന് പറഞ്ഞു കാറിൽ കയറ്റി കൊണ്ടുപോയ ജീവൻ രാജിനോട് നീ ചോദിച്ചോ? കാറിൽ വെച്ച് നിനക്കെങ്ങനെ ബോധക്ഷയം ഉണ്ടായെന്ന് ചോദിച്ചോ നീ? ഇനി അങ്ങനെ സംഭവിച്ചാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം അവൻ എന്തിനാ നിന്നെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയത്? സാമാന്യ ബുദ്ധി വെച്ച് അതെങ്കിലും നിനക്ക് അവനോട് ചോദിച്ചൂടെ? ഇതിനൊക്കെയുള്ള ഉത്തരം ജീവൻ രാജ എന്നോടും പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. ഗോകുലിനെ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ ജീവനെ ടാർഗറ്റ് ചെയ്യാലേ. അനുചേച്ചി മുന്നറിയിപ്പില്ലാതെ കോളേജിൽ വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ക്ലിയറായി. ഇന്ദ്രേട്ടന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പണം കൊടുത്ത് സഹായിച്ചത് സച്ചി സാറാണെന്ന് അയാളുടെ മോൾ എന്നോട് പറഞ്ഞു. മഞ്ചാടി അയക്കോ, എന്റെ മാനത്തിന്റെ വില വാങ്ങി നിങ്ങൾക്കൊക്കെ മനസ്സമാധാനമായിട്ട് ജീവിക്കാമെങ്കിൽ നിങ്ങൾ ജീവിച്ചോ. പക്ഷെ അതെന്നോട് തുറന്ന് പറയണം. അനു ഒന്നിങ്ങ് വന്നേ മോളെ. ദേ വരുന്നച്ചാ. നീ ഇനി അച്ഛനോട് സംസാരിക്കാൻ അങ്ങോട്ട് വരരുത്. വന്നോ?